ഫുഡ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ എന്താണ് പർപ്പിൾ കളർ ഫുഡ് ചാലഞ്ച്. അപ്പൊ നമ്മള് കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മള് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒറ്റ സാധനം വെച്ചിട്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ സ്നാക്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ഏലാഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏലാഞ്ചി നമ്മളെല്ലാവരും യെല്ലോ കളറിലുള്ള ഏലാഞ്ചി ആയിരിക്കും അല്ലേ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ നമുക്കിന്ന് നമ്മളെ ക്യാബേജ് ഇല്ലേ, പർപ്പിൾ കളറിലുള്ള ക്യാബേജിനെ ഒന്ന് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ഇതാക്കി നല്ല പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് നമുക്ക് പർപ്പിൾ കളർ ഏലാഞ്ചി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് ട്രൈ ആണ്. ഏലാഞ്ചിന്റെ മൈദ അവിടെ കിളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാബേജിന്റെ പ്യൂരി നമുക്ക് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കട്ടെ. നല്ലൊരു കളർ വന്നു. ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക്. നല്ലൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ ദോശയ്ക്ക്. ദോശയല്ല, ഏലാഞ്ചി. പർപ്പിൾ കളർ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഇത് ഗ്രേപ്പിന്റെ ഡ്രിങ്ക് ആണ്. നോക്കിയപ്പോ അത് എന്താ ഒരു പർപ്പിൾ കളറിനേക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഇത് ബ്ലൂബെറിന്റെ യോഗാട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പൊ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം എന്താന്ന് പറഞ്ഞാലേ ഞാൻ ഇതുവരെ ഈ ഒരു ക്യാബേജ് ഇട്ടിട്ടുള്ള ഒരു ഏലാഞ്ചി ദോശയൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇവർക്ക് നോക്കാം കേട്ടോ. ഒരാൾ കൊതിമൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ പാത്രത്തിൽ അവളും കൈയിടുമ്പോ ബേബീസ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മള് യെല്ലോ കളർ ഏലാഞ്ചി കഴിക്കില്ലേ, അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. ആ ക്യാബേജിന്റെ ഒരു സ്മെല്ലും ക്യാബേജിന്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ഇനി എപ്പോഴും യെല്ലോ ഏലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒരു ബ്ലൂ കളർ ഏലാഞ്ചി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോണത് യോഗേട്ടാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ആദ്യം സ്ട്രോബെറിയുടെ യോഗേട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇനി നമ്മുടെ ബ്ലൂബെറി യോഗേട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇഷ്ടായില്ല? അശ്യോ, മോന് യോഗേട്ട് ഇഷ്ടായില്ല കേട്ടോ. ഇനി മോളുടെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാം.
ഇഷ്ടായി. ഇനി ഞാൻ കഴിച്ചോട്ടെ. അന്ന് വാങ്ങിച്ച സ്ട്രോബെറി യോഗട്ടാക്കാൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇനി നമുക്ക് ലഞ്ചിന് കാണാം കേട്ടോ. ലഞ്ചിന് നമ്മൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതാ നമ്മള് ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ലഞ്ചിന് വേണ്ടിയിട്ട് അപ്പോഴും നമ്മളെ ക്യാബേജ് തന്നെയാണ്, പിന്നെ നമ്മുടെ ചോറ് ഇട്ട ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ റൈസ് ആക്കി എടുക്കണം. അപ്പൊ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ കുറച്ച് കടുക്. കുക്കറി ഷോ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം ഓരോ ലേഔട്ട് അത്ര ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഒന്നും. കുറച്ച് കടുക്. ഇനി ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഏലക്ക ഇട്ട് വെക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും ഇനി രാത്രിയും ഫുള്ളൊരു ക്യാബേജ് മയമാണ്. ഒന്നര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ലഞ്ച് റെഡി ആയത്. ലഞ്ച് കഴിക്കുന്നത് ക്യാബേജ് കൊണ്ടുണ്ടാക്കിയ ചോറ് കഴിക്കാം. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഉള്ളതുപോലെ പറയണം. പറയാം. ഉള്ളതുപോലെ പറയണം. അതെ, ഇത് കഴിക്കുമ്പോഴേ എനിക്ക് ഒരു നൊസ്റ്റാൾജിയാണ് ഓർമ്മ വരുന്നത്. കാരണം ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മ അതുപോലെ ഉണ്ടാക്കി തരാറുണ്ട്. ഉള്ളി ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചോറ് ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ അതിൽ ഇതുപോലെ ക്യാബേജ് ഇടുക കേട്ടോ. ഉള്ളി മാത്രം ഇട്ടിട്ട് ചോറാക്കി തരാറുണ്ട്. അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ക്യാബേജും കഴിക്കാൻ കിട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വലിയ മോശം പറയാനൊന്നുമില്ല. അതേ ഉള്ളി ചോറിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇടയിൽ നമുക്കൊരു ക്യാബേജ് കഴിക്കാൻ കിട്ടുന്നു. അത് നമ്മൾ ഉപ്പേരി തിന്നുന്ന പോലെ അങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ. ബേബീസിന് കൊതിയൂറുന്നുണ്ട്, കുറച്ച് കൊടുത്തേക്ക്. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാതെ ബേബി. അപ്പൊ ഞങ്ങളിത് ഇരുന്ന് ഫിനിഷ് ചെയ്യും. ഇനി നമുക്ക് സ്നാക്ക് ടൈം ഉണ്ട്. സ്നാക്ക് ടൈമിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്നാക്സ് ടൈമില് നമ്മള് ഇതുപോലെ ബ്ലൂബെറിന്റെ തന്നെ മിൽക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷേക്ക്, പിന്നെ കണ്ടില്ലേ നല്ല ബ്രിട്ടാനിയന്റെ ബിസ്ക്കറ്റ് ആണ്. അതെ, പിന്നെ ജെല്ലി, ബ്ലൂബെറിന്റെ ജെല്ലി മിഠായി, പിന്നെ ബിങ്കോന്റെ സ്നാക്ക്, പിന്നെ ഈ ഒരു സ്നാക്ക് കേട്ടോ. അപ്പോ ഫസ്റ്റ് നമുക്ക് തൽക്കാലം വയറ് നിറഞ്ഞിട്ടുണ്ട്.
നമുക്ക് ലഞ്ചിന് അല്ല സോറി ലഞ്ചല്ല ഡിന്നറിന് കാണാം. ഡിന്നറിന് നമ്മൾ 2 മിനിറ്റ് മാജിക് ആണ് നൂഡിൽസ് ഇട്ട മാഗി. ഇത് യെല്ലോ കളറിലാണ് ഉണ്ടാവുക, പക്ഷെ നമ്മൾ ഇതിനെ പർപ്പിൾ കളർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ വൈകുന്നേരത്തെ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. രാത്രിത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പർപ്പിൾ കളർ നൂഡിൽസ് ഫ്ലോപ്പ് ആയിട്ടില്ല. ഏകദേശം ആ പർപ്പിൾ കളറൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ അതാണ് നമ്മുടെ നൈറ്റത്തെ ഡിന്നർ. നല്ല പർപ്പിൾ ആയിട്ടില്ല, എന്നിരുന്നാലും പർപ്പിൾ ഉണ്ട്. പിന്നെ ഗ്രേപ്പ് തന്നെയാണ്. ഈ പർപ്പിൾ നൂഡിൽസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. വായു കൊള്ളുവോ? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയില്ലേ രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ, അപ്പോഴൊക്കെ നമ്മൾ ക്യാബേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആ ക്യാബേജിന്റെ ഒരു ടേസ്റ്റും നമ്മൾ ഉണ്ടാക്കിയ ഒന്നിലും അങ്ങനെ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ലഞ്ചിൽ മാത്രം കുറച്ച് നമ്മൾ ക്യാബേജ് ഉപ്പേരി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലൊന്നും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഏലാഞ്ചിന്ന് നമ്മള് പാലക്കാടില് അതിനെ മുട്ടപ്പാടാന്നാണ് പറയാ. അതിലും ഒരു തരത്തിലും ക്യാബേജിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണേലും ക്യാബേജിന്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ കഴിക്കാം. അപ്പൊ ഈ ഡിന്നറോടുകൂടി നമ്മുടെ 24 hours പർപ്പിൾ കളർ ഫുഡ് ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും. ബൈ. ഒരു ബൈ പറയും. ബൈ.